വി.എസ്. അച്യുതാനന്ദൻ എന്ന പോരാളി, ഒരു സമര പോരാളി ബാക്കിയാക്കി വെച്ച കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്കൊക്കെ ശീലമാക്കി തന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ തുടർച്ചയാണ് CPM പ്രവർത്തകരടക്കം, പാർട്ടി അനുഭാവികളടക്കം, സാധാരണക്കാരടക്കം പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലൊരു കമ്മ്യൂണിസം, അത്തരത്തിലൊരു സോഷ്യലിസം, അതാണ് പ്രതീക്ഷിക്കുന്നത്. അവസാനത്തെ ആളും ഓർമ്മയായി എന്ന് നമ്മൾ പറയുമ്പോഴും ആ ഓർമ്മയുടെ ഊർജത്തിൽ ഇനി മുന്നോട്ട് പോക്കാണ് ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും മോത്തി, അതുകൊണ്ട് തന്നെയാണ് ഈ ജനസഞ്ചയം ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. ഞാൻ മിനിയാന്ന് AKG സെന്ററിലും AKG പഠന ഗവേഷണ കേന്ദ്രത്തിലും ഇന്നലെ ദർബാർ ഹാളിലും വീട്ടിലും പൊതുദർശനം ഉണ്ടായപ്പോൾ ആ ഇടങ്ങളിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അവിടെ ഒന്നും കണ്ടതല്ല ജനം. ആലപ്പുഴയിലേക്ക് VSന്റെ ഭൗതിക ശരീരം എത്തിയതോടുകൂടി നമുക്ക് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്ത അത്രയും വലിയ ജനസഞ്ചയം VSനെ അവസാനമായി ഒരു നോക്ക് കാണാൻ തടിച്ചുകൂടിയിരിക്കുകയാണ്. നമ്മളത് കായംകുളത്ത് കണ്ടു, കരിയിലക്കുളങ്ങരയിൽ കണ്ടു, ഹരിപ്പാട് നിന്നുള്ള ദൃശ്യങ്ങൾ അവിടെ കണ്ടു കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഹരിപ്പാട് അത്ര വലിയ ജനക്കൂട്ടമാണ് VSനെ യാത്ര അയക്കാൻ ഉണ്ടായിരുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന പുന്നപ്ര വേലിക്കകത്ത് വീട്ടിലേക്ക് 10 മണിയോടുകൂടി വിലാപയാത്ര എത്തിച്ചേരുമെന്നാണ് പാർട്ടി അറിയിച്ചിട്ടുള്ളത്. പക്ഷേ 10 മണിക്ക് വിലാപയാത്ര എത്തിച്ചേരുമോ? ഇപ്പൊ ഹരിപ്പാടെ ആ വലിയ ജനസഞ്ചയം കാണുമ്പോൾ ഇനി ഇങ്ങോട്ട് VSന്റെ കർമ്മഭൂമിയിലൂടെയാണ് VSന്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കടന്നു വരേണ്ടത്. അവസാനമായി ഒരു നോക്ക് കാണാനുള്ള VSനെ അത്രമേൽ സ്നേഹിക്കുന്ന ജനതയുടെ ആഗ്രഹത്തിന് ആർക്കും തടയിടാൻ കഴിയില്ല. ഇവിടെ ഞാൻ അതിശയോക്തി പറയുകയല്ല, VSന്റെ വേലിക്കകത്ത് വീട്ടിൽ നിന്ന് ബൈപ്പാസ് വരെ അത്രയും നീളത്തിൽ ക്യൂ ഇതിനോടകം രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ ജനസമുദ്രം എന്ന് നമുക്ക് പറയാം. ഈ ജനസമുദ്രം കടന്നു വേണം സഖാവ് V.S. അച്യുതാനന്ദൻ അവസാനമായി വേലിക്കകത്ത് വീടിന്റെ ഉള്ളിലേക്ക് എത്താൻ. ആദ്യത്തെ 10 മിനിറ്റ് ബന്ധുക്കൾക്ക് മാത്രമാണ് അദ്ദേഹത്തെ കാണാനുള്ള അവസരം. പക്ഷേ നോക്കൂ, ഈ ജനക്കൂട്ടം എന്ന് പറയുന്നത് ഇവിടെ നിന്ന്, ഈ വേലിക്കകത്ത് വീട്ടിൽ നിന്ന് ഹൈവേ വരെ, ദേശീയപാത ബൈപ്പാസ് വരെ നീളുന്ന വിധത്തിലുള്ള അത്ര വലിയ ജനസഞ്ചയമാണ് പുന്നപ്രയിലുള്ളത്. പുന്നപ്രയുടെ പ്രിയപുത്രനെ യാത്രയയക്കാൻ ജനങ്ങൾ അത്രമേൽ വികാര വായ്പോടുകൂടി ഇവിടെ എത്തുന്നു. റിക്രിയേഷണൽ ഗ്രൗണ്ടിലാണ് പൊതുദർശനത്തിനുള്ള സൗകര്യം കാര്യമായ നിലയിൽ ഒരുക്കിയിട്ടുള്ളത്. പക്ഷേ ഈ പുന്നപ്രയിലെ വീട്ടിലേക്ക് തന്നെ ജനകോടികൾ എന്ന് തന്നെ പറയാവുന്ന വിധത്തിൽ അത്രയധികം ആയിരക്കണക്കിന് ജനങ്ങൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹരിപ്പാട് പിന്നിട്ട് വിലാപയാത്ര ആലപ്പുഴയിലെ VSന്റെ കർമ്മമണ്ഡലങ്ങളിലേക്ക് വരുമ്പോൾ ജനങ്ങൾക്ക് VSനോടുള്ള സ്നേഹം അക്ഷരാർത്ഥത്തിൽ അണപൊട്ടുകയാണ്. ഇന്നലെ തിരുവനന്തപുരത്തോ അതല്ലെങ്കിൽ മിനിയാന്ന് AKG സെന്ററിലോ കണ്ടതല്ല, അതിനപ്പുറത്തുള്ള വലിയ ജനക്കൂട്ടത്തിലേക്ക് പോവുകയാണ്. നേരത്തെ മോത്തി സൂചിപ്പിച്ചതുപോലെ VS ജനങ്ങൾക്ക് എന്തായിരുന്നു എന്ന് വിളിച്ചു പറയുന്നുണ്ട്. ഒരുപാട് മനുഷ്യർ കാത്തു നിൽക്കുകയാണ്. നെഞ്ചിൽ VSന്റെ പടമുള്ള ബാർജും കുത്തി. എവിടെ നിന്നാണ്? മലപ്പുറം കൊണ്ടോട്ടി ഭാഗത്തുനിന്ന് VSനെ കാത്തു നിൽക്കുകയാണ്. അതെ, ഇന്നലെ രാത്രി 10 മണിക്ക് വന്നത്. ഇന്നലെ രാത്രി 10 മണി മുതൽ നിൽക്കുകയാണോ? അതെ, നിൽക്കല്ലേ, അവിടെ ഇരിക്കുകയും ഇങ്ങോട്ട് പുറത്ത് അവിടെ സൗകര്യപ്പെടുത്താൻ വേണ്ടി ഇങ്ങോട്ട് മാറിയതാണ്. പാലക്കാട് പല്ലാവൂർ. VSനെ കാണാൻ വേണ്ടിയിട്ടുള്ള വലിയ കാത്തിരിപ്പാണ്. പാലക്കാട് ഇളമ്പലശ്ശേരിയിൽ നിന്നാണ് ഇന്നലെ രാത്രി എത്തിയതാണ്. കണ്ടിട്ടേ പോകുന്നുള്ളൂ എന്ന് പറയുന്ന ഒരുപാട് മനുഷ്യരെ നമുക്കിവിടെ കാണാം. ഇത് ഈ ക്യൂവിന്റെ ഒരു ഭാഗം മാത്രമാണ്. ഈ വീടിന്റെ അകത്തേക്ക് കയറിയ പന്തൽ മാത്രമാണ്. ഇതിന് പുറത്ത് വലിയ ജനക്കൂട്ടം രൂപം കൊണ്ടിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ ആലപ്പുഴ അവരുടെ പ്രിയപുത്രനെ ഏറ്റുവാങ്ങുന്നു എന്ന് പറയാം. ഹരിപ്പാട് അത്രമേൽ വലിയ ജനസഞ്ചയമാണ് VSനെ യാത്രയയക്കാനായി ഉണ്ടായിരുന്നത്. അത്ര വലിയ ആൾക്കൂട്ടം ഇവിടെ ഉണ്ടാവുന്നു. രക്തസാക്ഷികളുടെ മണ്ണ് VSനെ യാത്രയയക്കാൻ ഒരുങ്ങുകയാണ്. സംസ്കാര ചടങ്ങ് 6 മണിക്ക് മുമ്പ് തന്നെ നടത്താൻ കഴിയും എന്ന് സജി ചെറിയാൻ, അതുപോലെ തന്നെ ഇവിടുത്തെ ആലപ്പുഴയിലെ CPM നേതൃത്വം ആത്മവിശ്വാസം പറയുന്നുണ്ട്. അപ്പോഴേക്കും മുഴുവൻ ആളുകളെയും ഇവിടെ VSനെ അവസാനമായി ഒരു നോക്ക് കാണാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കാൻ കഴിയും എന്ന് ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് പാർട്ടി നേതൃത്വം. പക്ഷേ വലിയ ജനസഞ്ചയമെന്ന് നമുക്ക് പറയാം. VSനെ വികാര വായ്പോടുകൂടി യാത്ര അയക്കുകയാണ് ആലപ്പുഴ. VSനെ നെഞ്ചേറ്റു വാങ്ങുകയാണ് ആലപ്പുഴ. ഹരിപ്പാടാണ് ഇപ്പോ ഉള്ളത്. ഹരിപ്പാട് നിന്ന് പുന്നപ്ര വീട്ടിലേക്ക് 10 മണിക്ക് എത്തും എന്നായിരുന്നു നേരത്തെയുള്ള കണക്കൂട്ടൽ. പക്ഷേ 10 മണി എന്ന സമയക്രമം സാധിക്കുമെന്ന് ഈ നിമിഷം എനിക്ക് തോന്നുന്നില്ല. ഈ ജനങ്ങളെ മുഴുവൻ കടന്നു വേണം VSന് അവസാനമായി ഈ വേലിക്കകത്ത് വീട്ടിലേക്ക് എത്താൻ. മോത്തി, തീർച്ചയായിട്ടും പുന്നപ്രയും വയലാറും ഗർജിച്ച നാളുകളിൽ വിപ്ലവത്തിന്റെ നെടുനായകത്വം ഏറ്റെടുത്ത വിപ്ലവ സമര വീര്യം തുളുമ്പുന്ന VSനെ യാത്രയാക്കുകയാണ് സ്വന്തം മണ്ണ്.